Continue for 9 kilometers. ഇനി അതിനകത്തേക്ക് പോകണ്ട, നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല ആ വഴി. നമുക്കൊരു കാര്യം ചെയ്യാം, Continue for 9 kilometers. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇടാം. ഇത് ശരിക്കും നമ്മൾ മേഘാലയയിൽ നിന്ന്, അതായത് മണിപ്പൂരിൽ നിന്ന് മിസോറാമിലേക്ക് പോകുന്ന റോഡ് സെയിം സംഭവമാണ്. നമുക്ക് അതെന്നെ ഫീൽ ചെയ്യുന്നത്. Najira Noshad. Yeah, DCM. അവർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. DCMൻ്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഫുള്ളും നമ്മൾ കുറച്ച് ബുക്സും സംഭവങ്ങളെല്ലാം ഉണ്ട്. മുഴുവനും ബുക്സുകളാണ് ഇവിടെ കാണുന്നത്. So about 5,000. 4,000, 345 maybe. 300, 400 meters. Yeah, I covered Everest base camp within 5 days. Yeah, that's a very short time. Aparna is my batchmate. That people is, she is 2002 batch IPS, no? Okay. Who has conquered all the highest peaks. 7 summits. All 7 summits. So wow. She is my batchmate from IPS. അങ്ങനെ നമ്മളിതാ ഇന്ത്യൻ എംബസിയിലെത്തി. ഇന്ത്യൻ എംബസിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം, പ്രശ്നങ്ങൾ കാരണം അവിടെ ഊണിട്ട് വീഴ്ച നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അത് തൽക്കാലം ഞാൻ മാത്രം ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഓന് എനിക്ക് എല്ലാം അവർ ക്ലോസ് ചെയ്ത് ഏകദേശം 11 മണിക്ക് അവർ ക്ലോസ് ചെയ്യും. പിന്നെ ഓന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഓൻ എന്തോ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഉള്ളിൽ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തുർക്കിയിൽ കാണുന്നത്. കപ്പഡോക്കയിൽ ഇവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ, ഇപ്പോൾ ഇന്ത്യൻ്റെയും ഇതിലും യുദ്ധം വന്നില്ലേ, അപ്പോൾ അതിന് ശേഷം ഈ തുർക്കി ഡ്രോൺ സപ്ലൈ ചെയ്യുന്ന മറ്റു കുറേ ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്ത് തുർക്കിനെ. അതുകൊണ്ട് ഇപ്പം കുറച്ച് ടൂറിസ്റ്റ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഞാൻ കുറേ നല്ല നല്ല നമ്മളെ ഹൈദരാബാദി പോലത്തെ ബിരിയാണി നല്ല ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒക്കെ ആയിട്ട് എന്താ ഫുള്ള് ലൈറ്റിലാകെ ഒരു ഭയങ്കര മുഞ്ചൽ സ്ഥലം അല്ലേ. ഞാൻ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക. ഇതാണ് ദാൽച്ചീനി കേട്ടോ. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചേ. നോക്കിയിട്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. എല്ലാ റെസ്റ്റോറൻറ്റിലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഫുള്ള് ലൈറ്റ് ഓൺ ആക്കിയിട്ടോ. അതൊക്കെയാട്ടെ വലിയൊരു മലയാണ്. ആ മലനെ തുറന്നിട്ടാണ് വലിയ റെസ്റ്റോറൻറ്റും ഹോട്ടൽസും ആക്കിയിട്ട് അങ്ങോട്ടോ. അവിടെ നിന്നെല്ലാം ഈ മ്യൂസിക് കേൾക്കും നമ്മൾ. രാവിലെ അറിയാം എന്താന്ന് ഈ നാടിൻ്റെ അവസ്ഥ എന്ന്. ഇപ്പോൾ അല്ലൂല പോലെ എനിക്ക് തോന്നുന്നത്. എന്തെല്ലോ വലിയ മലകളെല്ലാം ഉണ്ട് ഇവിടെ ശരിക്കും കപ്പഡോക്കയിൽ. അതായത് ഇസ്തംബൂൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് കേട്ടോ കപ്പഡോക്ക. മെയിനായിട്ട് ഈ ബലൂൺ തന്നെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. പങ്കജ് ഓനക്ക് ഫുഡ് വന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ നോക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെല്ലാം വരാൻ തുടങ്ങി. അങ്കാരയിൽ കുറച്ച് ചൂടുണ്ട്, പക്ഷേ ഇവിടെ ഈ സമയം നല്ല തണുപ്പാണ്. റെസ്റ്റോറൻറ്റൊന്നും ക്ലോസ് ആക്കിയിട്ടില്ല. ഏകദേശം 1 മണിയാകാനായി. എന്നിട്ടും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. റെസ്റ്റോറൻറ്റും ഓപ്പണാണ്. ഇതൊക്കെ ഒരു കാറ് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യണേനുള്ളത്. എൻ്റെ മക്കളെ, ഇതാണ് 4 മണിക്ക് പറത്താൻ പോകുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഇപ്പോഴേ അവിടെ പോയി ഇന്നാലും നമുക്ക് രാവിലെ ഇത് കാണാൻ പറ്റും. ഹോട്ടൽ റൂം എടുത്താല് നമുക്ക് ഉറങ്ങിപ്പോ. അതുകൊണ്ട് ഇതൊക്കെട്ടെ ഞാൻ ഈ താഴ്വാരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന് അവിടെ നിൽക്കാന്ന് വിചാരിക്കുന്നു. ഇതെടുത്തേക്കാ പോകുന്നത്. വല്ലാത്തൊരു സമയമാണ്. 4:30 മണിയായി. ബലൂണിൻ്റെ അടുത്ത് പോകണം. ഞാൻ വാഷ്റൂമിൽ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ വാഷ്റൂമുള്ള. ഓക്കെ, ഇവിടെ ലൈറ്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. പല്ല് തേക്കണം. പല്ല് തേച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. എൻ്റെ ബ്രഷ് വെക്കട്ടെ. എന്ത് വൃത്തിയുള്ളതാണ് നോക്കിയിട്ട് ഇവരെ ടോയ്ലറ്റ്. വാവ്, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഓരോ നാട്ടിലെയും പമ്പ്. ഈ തുർക്കി വന്ന മുതലുള്ള GCC കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തിയുള്ള പമ്പുള്ള വേറെ രാജ്യമില്ല. നമുക്ക് റഷ്യയും ജോർജിയെല്ലാം ബാക്കിയുണ്ട്. അന്നാണ് ഞാൻ പറയുകയാണ്. എന്തായാലും നോക്കിയിട്ട് ഭയങ്കര ഭയങ്കര വൃത്തിയാണ്. നമുക്ക് എല്ലാം ഈ മാർക്കറ്റിനുള്ളിൽ ഇവിടെ തൊട്ടാൽ തോന്നണം. അല്ലാണ്ട് ഒരു കോഫിക്ക് ശരിക്കും പറഞ്ഞാൽ 100 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 200 രൂപയായി. എന്തിനാ വെറുതെ 200 രൂപ കൊടുക്കുന്നത്? ആ 200 രൂപ ഉണ്ടെങ്കിൽ കണക്ക് ഏകദേശം ഒരു 4 ലിറ്റർ എണ്ണ അടിക്കാം. അപ്പോൾ 40 ലിറ്റർ പോകാം വെറുതെ. കാരണം തുർക്കി ഭയങ്കര എക്സ്പെൻസീവാണ്. പൈസ സൂക്ഷിച്ച് ചിലവാക്കണം, ഇല്ലെങ്കിൽ പണിക്കും.
എൻ്റെ മുന്നേ എന്താണ് ഇപ്പോൾ ഇത്? ഇതാണ് കേട്ടോ നമ്മളെ സെറ്റപ്പിന് ഇതെല്ലാം അയക്കണം ഇപ്പോൾ. ഇത് ഞാൻ എൻ്റെ ഫ്ലാസ്കിൽ അവരടുത്ത് ചൂടുവെള്ളം വാങ്ങിക്കാൻ വിചാരിച്ച് പതുക്കുന്ന വെള്ളം അവരെ രാത്രി ചായ ഉണ്ടാക്കുന്നു. ഹലോ, തണുത്ത് ചത്തുപോയി. അങ്ങനെ ഇതാ പല്ലും തേച്ച് ഇന്നലെ പമ്പിൽ വണ്ടി വെച്ചിട്ടാണ് ഉറങ്ങിയത്. അങ്ങനെ പല്ലും തേച്ച് 4:30 ഇറങ്ങിയതാ. ബലൂണിന്റെ സ്ഥലം ഇതാ കണ്ടോ, നോക്ക്. എന്താടാ മുഞ്ച്. ശരിക്കും പറഞ്ഞാൽ ബലൂണിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാണ് കാണേണ്ടത്. നമ്മളിങ്ങനെ വണ്ടിയിൽ കയറാണ്ട് ഇങ്ങനെ കാണണം. കുറച്ച് നിർത്തി. ഇനിയിപ്പോൾ ഓരോ ആൾക്കാർ കയറിയിട്ട് ഇങ്ങനെ പോകും ബലൂൺ. കപ്പടമൊക്കെയാ നമ്മൾ അങ്ങനെ ബലൂണെല്ലാം എടുത്തതിന് കേട്ടോ. ഇത് നോക്കിയാൽ ഈ നാട് കണ്ടോ, ഒരു പ്രത്യേക തരം. എവിടെ നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ ഈ മലകളാണ്, കുഞ്ഞു കുഞ്ഞു മല. നമ്മൾ സൗദിയിൽ മറ്റേ അവിടെ ഒരു പാറൻ്റെ മുകളിൽ പോയ ഓർമ്മ ഉണ്ടോ, മല? അതന്നെ സാധനം. ഗുഹ വീടുകളിൽ പോയിട്ടില്ല, സെയിം സംഭവം. പക്ഷേ ഇവരിപ്പോൾ ഫുള്ള് അതിനെ ഒരു ടൂറിസം പ്ലേസ് ആക്കിയിട്ടുള്ള. ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് 90% നാച്ചുറലി ഉള്ള മലയാട്ടോ. അതിനെയാണ് ഇവർ വീടെല്ലാം ആക്കി വെച്ചത്. കുറേ ഗുഹകളുടെ ഉള്ളിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ ഓഫീസെല്ലാം ഉണ്ട്. ഇത് കുറേ കാലം മുന്നേ, ഒട്ടമ്മൻ്റെ കാലം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഇവിടെ കപ്പഡോക്കിയ ഫുൾ ക്രിസ്ത്യൻസിൻ്റെ ഏരിയയാണ്. പിന്നെ ഒട്ടമ്മയെല്ലാം വന്നതിന് ശേഷമാണ് മുസ്ലിംസിൻ്റെ ഒരു സ്ഥലമായി മാറിയത്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ സംഗതിയാണെന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ടാ വലിയൊരു ഇത് പള്ളിയാട്ടോ. പള്ളീൻ്റെ ഉള്ളിൽ കണ്ട ഒരു പാറ, ആ പാറനെ അവർ പള്ളിയാക്കി. ഫസ്റ്റ് ഇതായത്. പിന്നെ ഇവിടെ ഒരു കാസ്റ്റിലുണ്ട്, കേവ് ഹോട്ടൽ. പിന്നെ കുറേ ആളുകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഹോട്ടൽസും. ഇവിടെ ഉള്ളത് മുഴുവൻ ഇങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. ശരിക്കും ചെത്തിയെടുത്ത പോലെയാണ് ഇവിടുത്തെ ഓരോ മലയുള്ള. ഇതൊരു പള്ളിയാക്കിന്. അതായത് ആ മലേൻ്റെ ഉള്ളിൽ പള്ളിയും മറ്റേ മിനാരം എല്ലാം ഉണ്ട്, കുത്തുബ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ പള്ളീൻ്റെ അപ്പുറത്തെ സൈഡുണ്ട് നിങ്ങൾ. അതായത് ഇവിടെ നിന്ന് കണ്ടാൽ ഈ കപ്പഡോക്കിയ ഫുള്ള് ഇങ്ങനത്തെ സ്ഥലമാണ്. ഫുള്ള് എവിടെ നോക്കിയാലും ഒരു തരം മല ഉണ്ടല്ലോ, മലനെ തന്നെ ഇങ്ങനെ അണക്കോന്ന്. ഇത് ഇവർ ആക്കിയതോ അല്ലെങ്കിൽ മുമ്പത്തെ ആൾക്കാർ ഈ അല്ലൂല പോലെ ചെയ്തതെന്ന് തോന്നുന്നു. ഏകദേശം അത് തന്നെ കാണാൻ. നോക്കിയാട്ടെ, ഫുള്ള് ഇങ്ങനെ ബലൂൺ പോലെ തന്നെ ഇങ്ങനെ കുത്തന ഗോപുരം പോലെ കണ്ട ഓരോന്ന്. ഇതെല്ലാം എങ്ങനെ തുറക്കാൻ പറ്റും മനുഷ്യന്മാർക്ക്, പഠിച്ചോനെ. ഇത് പിന്നെ ഇപ്പം കുറേ ആൾക്കാർ ഹോട്ടൽസ് ആക്കിയിട്ട് കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം 1000 മുകളിൽ ഉള്ളോട്ടുള്ള, അതായത് ഓട്ടോമാൻ വരുന്നതിന് മുന്നേ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ക്രിസ്ത്യൻ്റെ സ്ഥലമാണ് കേട്ടോ, ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ ഇവിടെ കുറേ ജൂത പള്ളിയിലുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ മരം ഫുള്ള് എന്താ, അന്നത്തെ ആൾക്കാർ ഇതിനെ കൊത്തിയെടുത്ത് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും കതിച്ച് നടന്നിട്ട് ഇത്രയും താഴെ നടന്നു വന്നു നമ്മൾ, കതിച്ച് പണ്ടാരടങ്ങി. നല്ലൊരു അത്ഭുതം തന്നെ കേട്ടോ. ശരിക്കും എനിക്ക് അല്ലൂല പോലെ തോന്നി. അല്ലൂല ഒരു റെഡ് കളറാണെങ്കിൽ ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും ഈ പറയുന്ന പോലെ ഹോട്ടൽസുകാർ കയ്യേറിയിട്ട് ഒരു രസയില്ല കാണാൻ. ഇവരതിനെ കുറേ എന്തെല്ലോ എക്സ്ട്രാ മോഡിഫൈ ചെയ്ത് അങ്ങ് കണ്ണെത്താ ദൂരം വരെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ മോനെ, ഇതൊരു സംഭവം തന്നെ. അവളിവിടെ മാർദി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റീൻ്റെ സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് അത് വിട്ടുപോയി എടുക്കാൻ. ഞാൻ കതച്ച് പണ്ടാരടങ്ങി കേട്ടോ. അല്ലാ, എത്ര സമയം നടക്കുന്നറിയാം. കുറേ നടന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ കിട്ടിയത്. ശരിക്കും ഇതൊരു അല്ലൂലൻ്റെ ഒരു വേറൊരു വേർഷന്. അപ്പോൾ നമുക്കറിയാത്ത എത്ര സ്ഥലങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ 1000 കൊല്ലം മുന്നേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതിന് മുന്നേ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ പണ്ട് കടലായിരിക്കും, കടൽ പറ്റിയപ്പോൾ ഇങ്ങനെ പൊന്തി വന്നായിരിക്കും, അങ്ങനെയും പറയാം. അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇത് വെച്ചാൽ ശരിക്കും ഒരു ലാവ ഇറങ്ങിയ ഓലയില്ല. നിങ്ങൾ കുറച്ചും കൂടി സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, ലാവ ഇറങ്ങിയല്ലേ ഇങ്ങനെ, ലാവ ഇങ്ങനെ പിന്നെ ഒലിച്ചിറങ്ങിയ പോലെ ഉണ്ട് ഇത് കാണാൻ. നോക്കിയാട്ടെ, ആ വൈറ്റെല്ലാം കണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒലിച്ച് വന്ന പോലെ. പിന്നെ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കടലിൻ്റെ അടിയിലായിരിക്കും. പിന്നെ കടലിലെ വെള്ളം വറ്റിയപ്പോൾ ഇത് പൊന്തി വന്നായിരിക്കും. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ജിയോഗ്രഫി എന്ത് നോക്കുകയാണെങ്കിൽ. ഇപ്പം സൗദിയിൽ അൽഹസയിൽ ഒരു സ്ഥലമുണ്ട്, മറ്റേ അൽഹസയിൽ ഇതുപോലത്തെ മെയിൻ, അത് പിന്നെ റെഡ് കളറാണ്. അത് ഈ പറഞ്ഞ പോലെ കുറേ കാലം മുന്നേ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഏകദേശം ഭൂമിക്ക് തന്നെ കുറേ കാലത്തിൻ്റെ പഴക്കമില്ലേ. അപ്പോൾ ഇതും അങ്ങനെ കുറേ കാലങ്ങൾക്ക് മുന്നേ വെള്ളത്തിലടിയൊരു സ്ഥലമായിരിക്കും അല്ലേ. നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെയല്ലോ, ശരിക്കും ഇങ്ങനെ ആരോ ചെറിയ ചെറിയ ഈ മുട്ടുസൂചി ഇങ്ങനെ എടുത്ത് വെച്ചോലല്ലേ കാണാൻ.
എന്തെല്ലാം അത്ഭുതം ഈ ലോകത്ത്. എൻ്റെ മോനെ, കപ്പഡോക്യാന്ന് കേട്ടിട്ടേ ഉള്ളേ, പക്ഷേ രാത്രിക്ക് വന്നിട്ട് രാവിലെ ആയപ്പോഴാണ് ഈ നാടിനെ കുറിച്ച് ശരിക്കും അറിയുന്നത്. Okay. Okay. She wait me. Omar, I am on the road like Siva. Where is Siva? Siva? Something like that. Siva. I don't know Siva. Siva? It's the What's Google this? map for Trabzon. I put the Google map for Trabzon. Trabzon. Huh. The Giresun. Yeah, sorry. Gerasun. Giresun. Yeah, this is same place. I will look the location. Mom. Yeah, I will check. Listen to me. Okay. Samsun and the Ordu and the Giresun and the Trabzon and the Rize and the Artvin near the Black Sea. Understand? Yes. Okay. Yes. Samsun. Okay. On the way. At left, Black Sea, at the right, the first city, Samsun, and the second, Giresun, and Ordu, and the third, Giresun, 40, Trabzon, and the 50, Rize, and 60, Artvin. Understand? Okay. Okay. I will call you if I need any details. I will call you. Okay. Don't worry. You go to my wife mother. Location. Okay. My wife, the cousin, the sea soldier, the listens the English, and the welcomer. Understand? What is? Sea soldier, Turkish sea soldier. The listens that they have the sea, the captain. Yes. Okay. Father is the captain. Yeah, captain, the ship captain, and the speak very quality, speak English. Okay. So I can speak English. Okay. Translator, you and my father. Okay. Understand? Okay. My father is the hospitality, the woman, mother. Okay. Maybe kiss you and salam. നമ്മള് കപ്പഡോക്യ വിട്ടിട്ട് ഇപ്പോ ട്രാബ്സോണ് പോന്ന ഈ വഴി മുഴുവനും, ഈ വഴി എന്നല്ല, തുർക്കിന്റെ ഏത് റോഡ് നോക്കിയാലും നമ്മളിങ്ങനെ ബോധം കിട്ടു പോകും. അങ്ങനത്തെ രസമുള്ള സ്ഥലമാണ് തുർക്കി. നോക്കിയാട്ടുള്ള സ്ഥലത്ത് ഫുള്ള് കൃഷി. എന്താ പറയണ്ടേ, ഒരു സ്വിറ്റ്സർലാൻഡ് അല്ലേ, ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് പോയ പോലെയില്ലേ. ഓടിട്ട വീടുകളെല്ലാം കാണുമ്പോൾ ആപ്രിക്കോട്ടിന്റെ മരം തോന്നുന്നു, അല്ല വാൾനട്ടിന്റെ മരാട്ടോ അത്. നോക്കിയിട്ട് നമ്മളെ ഈ ഭാഗത്ത് ഫുള്ള് കൃഷി, കുറേ വീട്. ഒന്നാമത്തെ റോഡ് ഇങ്ങനെ കടന്ന് പോന്ന, ഒഴുകി പോകുന്ന പോലെ. ഞാൻ എത്ര സമയം നോക്കുന്നറിയാം, ഇതന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് അറിയുകയില്ല. ഇതിങ്ങനെ കാലൊന്നും ആക്സിലേറ്റർ കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കിയ ഇറങ്ങുക. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഇറങ്ങി പോകുന്ന റോഡല്ലേ, എന്താ സ്റ്റൈലല്ലേ. അപ്പോൾ യൂറോപ്പിൽ എങ്ങനെയായിരിക്കും? തുർക്കി വിടാനായി കേട്ടാ. തുർക്കിയിലാണ് ഇപ്പോൾ 2-3 എപ്പിസോഡോട് തുർക്കി തീരും. നമ്മളെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നേ. മേഘം നോക്കിയാട്ടെ, ശരിക്കും ആരോ ഇങ്ങനെ എടുത്ത് അട്ടിക്കട കൊണ്ടുവച്ചോലില്ലേ. ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഉണ്ടാവും. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ശരിക്കും നമ്മളെ മുമ്പിൽ എടുത്തു വെച്ച പോലെ ഉണ്ടാവുക. ഇവിടെ 5 മണിക്ക് രാവിലെയുള്ള ഭയങ്കര വെളിച്ചമായിരിക്കും. അതേസമയം മോന്തി ആണെങ്കിൽ, മഗ്രിബ് ആണെങ്കിൽ 9 മണിയാവും. മുമ്പിലുള്ള റോഡ് നോക്കിയാട്ടെ, എന്താ
റെയിൽവേൻ്റെ ട്രാക്ക് കണ്ടോ? അങ്ങോട്ട് സ്പീഡ് ട്രെയിനിൻ്റെ ട്രാക്കാണ്. കുറച്ചും കൂടി ഇതുണ്ട് തുർക്കിയിലെ റെയിൽവേ ട്രാക്ക്. എല്ലാ സ്ഥലത്തും റെയിൽവേ ഉണ്ട് ഇവർക്ക്. ഇറാഖിലൊന്നുമില്ലേ, അതെല്ലാം പണ്ടത്തെ കാലം അടച്ചു കൂട്ടിയത്. ഒരു വരിയേ ഉള്ളൂ, രണ്ടെണ്ണം അവർ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഗുരേസ് എന്ന് പറഞ്ഞ നമ്മളിന്ന് പോകുന്നത് ട്രാപ്സോണിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ ചെയ്താണ്ട് ഒരു ചങ്ങായിൻ്റെ ഇവിടെ ഒമർ, അപ്പോൾ തുർക്കിക്കാരനാണ്. അന്ന് നമ്മൾ ഗ്ലാസ്സെല്ലാം പൊട്ടിയ സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇവൻ്റെ വൈഫിൻ്റെ വീടാണ്. അപ്പോൾ വൈഫിൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ എത്തുമ്പോഴേക്ക് എന്തായാലും 9 മണിയാവും. നമുക്ക് പോകേണ്ട റോഡായിട്ട് നോക്കിയാൽ മഗ്‌രിബ് ആയി, ഏകദേശം 8 മണിയായിട്ടും ഇരുടായിട്ടില്ല. അതാണ് തുർക്കി. ഇനി ഇവിടെ മരിബാങ്ക് കൊടുക്കുകയാണെങ്കിൽ 9 മണിയാകും കേട്ടോ. ഒരാളില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മണിപ്പൂരിൽ പോയ സമയത്ത് മ്യാൻമറിൽ സെയിം റോഡ് ഉണ്ടായിരുന്നു. 2 ഭാഗത്തും കുറേ മരങ്ങളായിട്ട് ഒറ്റക്കുള്ള റോഡ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിനി എത്തിയിട്ടില്ല. ഇതെന്ത് റോഡാണ് നോക്കിയിട്ട്. ഞാൻ ബ്രൈറ്റ് ഇതാക്കിയാൽ പിന്നെ ഭയങ്കര ഇരുടായിരിക്കും. ഇങ്ങനെ അടിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും കാണാൻ. ഫുള്ള് മലയാട്ടോ. നമ്മൾ 2 സൈഡിലും പശുവിൻ്റെ ഒരു പിന്നെ ഇങ്ങനെ വളഞ്ഞ പോലത്തെ റോഡാകുമ്പോൾ നമ്മൾ എത്ര ഓടിച്ചാലും എത്തുകയേ ഇല്ല. ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ ഒതുങ്ങി. അവിടെ എല്ലാം പണി തുടങ്ങിയിട്ടില്ല. ആകെ 10 കിലോമീറ്റർ റോഡുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ്. ഒരു ടോള് കിട്ടി കുറേ കഴിഞ്ഞാൽ. എൻ്റെ അമ്മേ, ഭയങ്കര ലൈറ്റാണല്ലോ. ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള ടണലാണല്ലോ. ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞു. എത്ര വണ്ണം പേര് നോക്കാൻ കിട്ടുമല്ലോ. നല്ല ലോങ് ആട്ടാ. ഏകദേശം 2.5-3 കിലോമീറ്റർ ആയിപ്പോൾ കഴിഞ്ഞു തോന്നുന്നു. വേറെ ഇത് ഭയങ്കര വലുതാ. ഇതായിരിക്കും തുർക്കിയിലെ ലോങ്ങസ്റ്റ് ടണല് ചിലപ്പോൾ. പിന്നെ ഇങ്ങോട്ട് Continue for 9 kilometers. ഇനി അതിനകത്തേക്ക് പോകണ്ട. നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല ആ വഴി. നമുക്കൊരു കാര്യം ചെയ്യാം. Continue for 9 kilometers. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇടാം.
സെറ്റിങ്സിൽ Head east. ഈ ഒരു വഴി തന്നെയാണല്ലോ കാണിക്കുന്നത്. എങ്ങനെ പോവും? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? പഠിച്ചോനെ, വല്ലാത്തൊരു സ്ഥലമായി പോലോ. അങ്ങോട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? പക്കാ ഇരുടാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു റോഡുണ്ട്. ഇവിടെ റോഡും ഇല്ല. എന്താ ചെയ്യുക? പമ്പും ഇല്ല. ആകെ തണ്ടി പോലെ റബ്ബേ. കേട്ടെ, ആരുമില്ല. ഞാൻ Continue for 8 kilometers. മിണ്ടിപ്പോറി ഇഞ്ഞാന്ന് എല്ലാരും എടുക്കാക്കുന്നത്. മിണ്ടാണ്ടൊന്നും വേണം. ഇത്രയും നല്ല തുർക്കിയിൽ കപ്പഡോക്കിന്ന് നേരെ ഗിർസുലേക്ക് 11 മണിക്ക് ഉച്ചക്ക് പുറപ്പെട്ടേട്ടാ. 11 മണി കഴിഞ്ഞിട്ട് ഇത്രയും സമയമായിട്ട് Head north on Kyrson 7 Karahisar Yola, D865. ഇവിടെ അടിച്ചു. Continue on D865 for 21 kilometers. മിണ്ടണ്ട. ഇവരടുത്ത് കാണിച്ചുന്ന വഴി എന്താ അറിയാ? അങ്ങോട്ടേക്ക് ഏതോ ഒരു വഴി. ഞാനായിട്ട് അതിലത്ത് കയറണമെങ്കിൽ തണ്ടി പോയിരുന്നു. ഒരു കുഞ്ഞു വഴിയും എങ്കിൽ തന്നെ ഈ ഒരൊറ്റ റോഡിലും ലൈറ്റ് ഇടും. നോക്കിയാടെ, ഞാനും എൻ്റെ വണ്ടിയും മാത്രമേ. പിന്നെ ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ കൊടുക്കാനുള്ളതല്ലേ. ഗൂഗിൾ മാപ്പിൽ ഒരിക്കലും പച്ച വളത്തിൽ വിശ്വസിക്കരുത്. പഠിച്ചോനെ, ഇനി എവിടെ പോകും ഞാനറിയില്ല. പോയി നോക്കാം. തവക്കൽതു അലല്ലാഹ് യാ ഖുദാ. ഇങ്ങോട്ട് തന്നെയാ പോണ്ടേ. നമ്മളെ വർത്താനം കേട്ടിട്ട് ഇപ്പൊ അങ്ങോട്ടായിട്ട് കേറിയില്ലെങ്കിൽ കേറും. എല്ലാ കാര്യം രണ്ടും എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ഇതെപ്പോഴാ അങ്ങ് എത്താൻ ഞാൻ അറിയില്ലേ. എത്ര സമയമായി? ഓടിച്ചും തീരുന്നില്ല. ഏതെങ്കിലും ഒരുത്തനെ കണ്ടില്ലെങ്കിൽ എത്ര കഴിയും? റോഡ് നല്ലോണം ഇടുങ്ങിപ്പോയല്ലോ. അപ്പം വീതിയൊന്നും തീരുന്നു കേട്ടോ. ഇതിപ്പോ എന്താ ഇവരിങ്ങനെ ആക്കി വെച്ചത്? വൺ വേ പോലെ 2 വേ അല്ലേ ഇത്? Omar, this road, you know, there is no petrol pump, there is no light and nothing. Me and my car only. You need to petrol? I have petrol, but there is nothing to, you know, asking to somebody. This is a route like that. I don't have any person to ask. This is the right way. This is the right way. Right road. Yeah, right. Yeah, right road. One minute. Google map made trouble, I think, maybe. Only one car here. You know, after kilometers, no car. നമ്മൾ ആകെ കുടുങ്ങി കേട്ടോ. നമ്മൾ ഏതോ ഒരു റോഡിലാണ് കയറിനെ. There is a look at this. Dereli Girsun 60. Dereli, where is Dereli? Dereli near the Black Sea. The first location going to Dereli and use the. Alhamdulillah, finally I saw one masjid. Finally, only finally. This way, that road goes to the coast. ഞങ്ങളുടെ റോഡ് കൂടിയല്ലേ ഇത്. അതുകൊണ്ട് അവസാനം ഒരു ഇത് കിട്ടി, ഒരു ടൗണ്. കുറേ ഓടിച്ചൊരു ടൗണിലെത്തിയിട്ട് ഇതൊക്കെ ഫുള്ള് മറ്റൊരു പാറ്റുണ്ട് ഹൈവേയില്. അത് പറ്റിപ്പിടിച്ച് കാണുന്ന ഗ്ലാസ് ഫുള്ള് പോയിട്ട്. ഇനിയിപ്പം വെള്ളം അടിച്ചാലും പിന്നെയും പറ്റും. ഇതേതാ ടൗണ്? എത്ര മണിക്കൂർ എൻ്റെ ടൗൺ കിട്ടിയെന്ന് അറിയങ്ങള്. ഇതൊരു സ്ഥലം, നമ്മുടെ പേര് മനസ്സിലാവില്ല, ബോർഡും ഇല്ലോളി. ഇസ്തിക്കൽ കെമേസിയ സ്ഥലമൊന്നും അറിയില്ല. എവിടെയാണെന്ന് തിരിയുന്നില്ലേ.
അവസാനം എത്തി SPA. ഇവിടെയാണ് ഓൻ്റെ ഉമ്മാൻ്റെ വീട്. 11 മണിക്ക് തുടങ്ങിയ ഡ്രൈവിംഗ് ആണ് നമ്മൾ കപ്പഡോക്കിയെന്ന്. മനുഷ്യൻ ചത്ത് 2 കാലും അനക്കാൻ കഴിയുന്നില്ല കേട്ടോ. അത്രക്കും അടുങ്ങാറ് പിടിച്ച റോട്ടിലൂട്ടിയാ വന്നത്. എൻ്റെ നടു എൻ്റെ കാലെല്ലാം ഒടിഞ്ഞ്. അങ്ങനെ ഓരോൻ്റെ ഉപ്പാനും ഉമ്മാനും വിളിക്കുന്നുണ്ട്. ഇനി കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ. നമ്മൾ എന്ത് റോഡിൽ നിന്നാ വന്നതെന്നറിയാം. ഞാൻ വിചാരിച്ച് ഒന്നുമില്ല, പക്ഷെ ഈ വണ്ടി കിടക്കിടക്ക് പണി വരുന്നത്. വണ്ടിയായിട്ട് സ്റ്റക്കാണെങ്കിൽ അത് നട്ടപ്പായിട്ടൊക്കെ എന്താക്കും ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. ഒന്നും ആക്കാനൊന്നുമില്ല. എന്നാലും ഇതാ നമ്മൾ എത്തി കേട്ടോ. അങ്ങനെ SPA എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തി. നമ്മളെ തുർക്കിയിലെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോകേണ്ട പ്ലാനാണ്. ഇവിടെ എന്തെല്ലാം കാണാനുള്ള എവിടെല്ലാം പോകാനുള്ള നോക്കാനുണ്ട്. No, Umar father. Fatih Hoca. English. English. Yes. I'm listening. Sorry? I'm listening. Welcome. Thank you. You are the Umar brother? I'm not Ömer. I'm Cengiz. I'm friend of the... Cengiz ne abi? İyi hocam. Merhaba. Merhaba. Hi. Welcome. Welcome. Okay, okay. Thank you. You are the Umar friend? Fatih Yeah, by yes, yes, Ömer. friends. Okay. Hi, Ömer. So where is Umar home? Back, How to go home? Ömer's Umar, mother's yeah. house. Yes, back this is- side, back street. With car or walk? Walk. Okay. But our house. There is my house. In the building. Top Okay. You look like Omar. You brother of Omar? Cousin? Not brother. But look like same. Canan. His wife is my aunt sister. Okay. Aunt. Oh, this is Omar home. Yes. Mama. Omar. Assalamualaikum. ഒമറിന്റെ മാമനെ കണ്ട മോളിന്ന് കൈ ഉണ്ടാക്കുന്ന നമ്മള്. This is Omar's Auntie? mother's house. This is my house. Okay. എൻ്റെ മക്കൾ. Kapıyı açıyorsun. I can park here. Yes, I see. How to come here? Come. Yeah, give me this. Give me this. Okay, thing. you I can. put here. Okay, you can. No, you can. Can you park? Okay. Yeah. Take here and lock. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കേട്ടോ. ഓനോട് എന്നെ പാർക്ക് ചെയ്യാൻ പറയാ. ഓക്കെ. ഫൈനലി. Hoş geldin. ഹോഷ് ഗാൽഡി. Yeah, I know. Welcome. കണ്ട, ഹോഷ് ഗാൽഡി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ വെൽക്കം എന്നാണ് അർത്ഥം. ഇവിടെ റൂമിലേക്ക് പോകണം. വേറെ. പഴയ ഫ്ലാറ്റ് കേട്ടോ. വൈ റെയിൻ വാട്ടർ പ്രോബ്ലം? റെയിൻ വാട്ടർ Water. വൈ? Clean. ക്ലീൻ. ഓക്കെ. ഇവിടെ നമ്മളെത്തിയിട്ടില്ല കേട്ടാ. അങ്ങനെ മമ്മ ഇവിടെ എന്തല്ലോ ഫുഡുണ്ട്. ഇതാണ് ഇവരെ കിച്ചണ്. അമ്മ എന്തെല്ലോ ഫുഡ് ഉണ്ടാക്കിന്. ഇവിടെ നമുക്ക് നാളെ കാണാം. എന്തെങ്കിലും തിന്നിട്ട് വേഗം കിടന്നുറങ്ങട്ടെ, കാരണം രാവിലെ തുടങ്ങിന്. പിന്നെ നമ്മൾ അമ്മ ചായ. ഓക്കെ. ഇത് മോരാണ്. ഓക്കെ. നോ ഗുഡ്. ഇത് കുടിക്കണം എന്നാ പറയുന്നത്, പക്ഷെ എനിക്കിത് കാണുമ്പോൾ വേണ്ടാത്ത. എന്തെല്ലോ അവിടെ ഉണ്ടാക്കിയത്. റൈസ് മാമ. നമ്മുടെ ഏത് ഭാഷയിൽ വർത്താൻ പറയാനാണ്. വണ്ടി താഴെ കൊണ്ടുവച്ചിന് കേട്ടോ. അതാ സൂപ്പ്. ഓക്കെ. എന്താ മുപ്പത്തി ആക്കിയെന്നറിയില്ല. ഇവരെപ്പോഴും ഇങ്ങനത്തെ ഈ ബ്രെഡാട്ടോ തിന്നാണ്. ഇതാ മൈലാഞ്ചി ഉണ്ടാക്കിയുണ്ട്, അരച്ചിട്ട് എനിക്ക് ഇട്ടുതരാന്ന് പറഞ്ഞാണ്. ഓ ഇവർ
ശരിക്കും നമ്മളെ പോലെ ചായപ്പൊടി അല്ല കേട്ടോ. ഇതാ ഇത് മറ്റേ ഗ്രീൻ ടീ ആണ്. പിന്നെ ഇവരെ കടുപ്പുള്ള ചായപ്പൊടിയാണ് മക്കൾ. ഇത് വെച്ചാൽ ഭയങ്കര ചോപ്പായിരിക്കും. വാട്ട് ഈസ് ദിസ് മമ്മ? കരദൂത്ത്. ആ എന്തോ ഒരു സാധനം, മുന്തിരിൻ്റെ എന്തോ സാധനം തോന്നുന്നു. എന്തെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സൂപ്പാന്ന് തോന്നി. ഇവർ മെയിനായിട്ട് പച്ചക്കറി സൂപ്പ് എന്തെല്ലോ തിന്നാണ്. നമുക്ക് എന്തോ തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പത്തെന്തോ കാര്യമായ പണിയില്ല. ഇവരിതാ റൊട്ടിയും പച്ചക്കറി, ഇതാണ് ഇവരെ മെയിൻ. നമുക്ക് അനിയും തിന്നാൻ കേട്ടോ. ഓക്കെ മമ്മ യു കം. തമാം അക്കിൻ യു ഫിനിഷ്. ആ ഓക്കെ ഓക്കെ. ആ ഓർ തിന്നു. ഇവരിങ്ങനെ റൊട്ടിയാണ് മെയിനായിട്ട്. റൊട്ടിയും ബന്നും ഇങ്ങനെ ഓരോ കറിൻ്റെ ഒപ്പം തിന്നാലും ഇവർ പണി. അല്ലാണ്ട് നമ്മളെ പോലെ ചപ്പാത്തിയും ദോശയും മുട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. തുർക്കിഷ് ഫുഡ് വേറെ തന്നെയാണ്. ഇതൊരു പച്ചക്കറിൻ്റെ കറിയാണ്, നല്ല രസമുണ്ട്. അങ്ങനെയുണ്ട്. ഇതുണ്ട് ഇവരൊരു ചായ തന്ന മുന്തിരിൻ്റെ ചായ. നോക്കിയോട്ടെ, മുന്തിരിൻ്റെ കളറ്. മുന്തിരിൻ്റെ ഒരു പാക്കറ്റിൽ നിന്ന് സാധനം പൊട്ടിച്ചെടുത്ത് ഒഴിച്ചേ. എന്താ സംഭവം ഇത്? കാണും മുന്തിരി പോലെ ഉണ്ട്. മുന്തിരിൻ്റെ അതേ ടേസ്റ്റ്. മമ്മ ഗുഡ് ഗുഡ് മതി. നമുക്ക് രണ്ടാൾക്ക് ആംഗ്യ ഭാഷ കേട്ടാ. ഞാൻ പറയുന്ന മൂപ്പത്തിക്കും തിരിയൂല, മൂപ്പത്തി എനക്കും തിരിയൂല. ഇറ്റ്സ് ഓക്കെ. ഗുഡ് ഗുഡ്. തമാം തമാം. ആ തമാം തമാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ചായ് ചായ്. ഓക്കെ ഓക്കെ. നോ 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 ദിസ് ഓക്കെ ദിസ് ഓക്കെ. പറയണം ആംഗ്യ ഭാഷ ആണെങ്കിലും തിരിയുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കി തരോളി മമ്മ. ദിസ് ഹോട്ട് ഹർ ഹർ ഹർ. ആ ദിസ്. ആ മനസ്സിലായി. കാരണം ഇത് ഭയങ്കര ഹാർഡ്, തിന്നാൻ കഴിയുന്നില്ല. മുമ്പത്തി അത് ഇതാക്കിത്തരാം. ഓക്കെ. ഇതാണ് ഇവരെ പ്രധാന സൂപ്പ്. ഇതാണ് നിങ്ങൾ ചോറിൻ്റെ ഇരുപത്ത്. ചോറും ക്യാരറ്റും എന്തെല്ലാം ഇലയാന്ന് തോന്നുന്നു. പക്ഷേ രസമുണ്ട്. ഇതൊക്കെ വലിയ കുപ്പി നിറച്ചു തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ. യോഗട്ട് തൈരും അല്ല, യോഗട്ട് കുറച്ചും കൂടി കട്ടിയുണ്ട്. ഓക്കെ മമ്മ ശേഷം മതി. ഇതെല്ലാം ഇവരെ ആരോഗ്യത്തിൻ്റെ രസം. ഈ മമ്മക്ക് തന്നെ ഇപ്പോൾ എത്ര വയസ്സായിട്ട് മൂപ്പത്തി എല്ലാം പണിയെടുക്കാം. നോക്ക് ദമാ മമ്മ മേക്ക് മമ്മ. ആ ഇതാ പാലോണ്ട് ഉണ്ടാക്കിയതാ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണേ യോഗട്ട്. വലിയ ജാറ് നിറച്ചുണ്ട്. പിന്നെ അതാ കുറേ പച്ചക്കറി സൂപ്പ് എന്തെല്ലാം ഉണ്ട്. പഠിച്ചതെല്ലാം ഇങ്ങനെ തിന്നു ഞാൻ. മൂപ്പത്തി മൈലാഞ്ചി ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. നോക്കിയാട്ടെ, ഫുള്ള് കടലാസ് വെച്ച് അമർത്തിയിട്ട് സോക്സിനെ കൊണ്ട് കെട്ടിയെന്ന്. രാവിലെ കഴിച്ച് നോക്കിയാൽ അറിയാം എന്താ കഥ. ഇന്ന് ഉറങ്ങുമ്പോൾ ഈ കൈ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ മൈലാഞ്ചിട്ട് കിടക്കാൻ വന്നാൽ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.